ഹായ്, ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. ചപ്പാത്തി അത് വളരെ ഈസി ആയിട്ട് ഭയങ്കര ടേസ്റ്റിൽ നല്ല സോഫ്റ്റായിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് അതാണ് പറയുന്നത്. അതിലേക്കായിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിക്കുക. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പിടുക. നമ്മൾ വെള്ളം ഒഴിച്ച അതേ ഗ്ലാസ്സിൽ തന്നെ 1.5 ഗ്ലാസ് ഗോതമ്പ് പൊടി ആ മിക്സിയുടെ ജാറിലേക്ക് ഇടുക. 1.5 ഗ്ലാസ് ഗോതമ്പ് മാവിന് അര ഗ്ലാസ് വെള്ളം കറക്റ്റാണ്. അതിലേക്ക് അല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ മിക്സി ഒന്ന് കറക്കിയെടുക്കുക. അപ്പോൾ ഈ രൂപത്തിൽ കിട്ടും. അത് മിക്സിയുടെ ജാറിൽ നിന്ന് മൊത്തവും പുറത്തേക്ക് എടുക്കുക. എടുക്കാൻ പറ്റുന്ന അത്രയും പുറത്തേക്ക് അല്പം പോലും വെള്ളം ഇനി അതിൽ ചേർക്കരുത്, മാവും ചേർക്കരുത്. മാവിൻ്റെ ആവശ്യവും ഇനി വരില്ല. മൊത്തവും മിക്സിയുടെ ജാറിൽ നിന്നും പുറത്തെടുത്തിട്ട് അതിനെ നന്നായിട്ട് നമ്മൾ കൈ കൊണ്ടൊന്ന് മയപ്പെടുത്തുക, കുഴച്ച്. അത് കൈ കൊണ്ട് കുഴയ്ക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടുന്നതായിട്ട് നമുക്ക് തോന്നും. അത് സാരമില്ല. നന്നായിട്ട് കുഴച്ച് മയപ്പെടുത്തി വരുമ്പോൾ മാക്സിമം നമ്മുടെ കയ്യിൽ നിന്ന് മാവ് ഒട്ടൽ കുറഞ്ഞ് കിട്ടും. ഒട്ടൽ ഉണ്ടെന്ന് കരുതിയിട്ട് അതിന് കുറച്ചുകൂടെ മാവ് ചേർക്കാനൊന്നും നിൽക്കണ്ട. അല്ലെങ്കിൽ ചൂടാക്കി അതിൻ്റെ വെള്ളം വറ്റിക്കുന്നതുണ്ട്. ചൂടാക്കിയിട്ട് പിന്നെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴത്തെ ടേസ്റ്റ് കുറവാണ്. ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. എന്നിട്ട് നല്ല ഉരുട്ടിയിട്ട് ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ് അതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. മാക്സിമം 5 മിനിറ്റ് മതി, അതിൽ കൂടുതൽ വേണ്ട. 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ മാവ് ഈ രൂപത്തിലിരിക്കും. അതിനെ എടുത്ത് ഒന്നും കൂടെ കൈ കൊണ്ടൊന്ന് കുഴച്ച് മയപ്പെടുത്തുക. ഒരു 1-2 മിനിറ്റ് ഒന്ന് മയപ്പെടുത്തിയാൽ മതി. പിന്നെ എണ്ണയുടെ ആവശ്യം ഉണ്ടെങ്കിൽ ഒരല്പം എണ്ണയും കൂടെ ചേർത്ത് മയപ്പെടുത്തിയാൽ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും. എണ്ണ വേണമെന്ന് നിർബന്ധമില്ല. ഒന്നുകൂടെ നന്നായിട്ട് മയപ്പെടുത്തിയിട്ട് അതിനെ നമുക്ക് ചെറിയ ഉരുളകളാക്കാം. ചപ്പാത്തി നമുക്ക് എത്ര വലിപ്പം വേണോ അതിനനുസരിച്ചുള്ള ഉരുളകളാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് ആദ്യം എല്ലാം ഉരുളകളാക്കി തന്നെ അങ്ങ് മാറ്റി വയ്ക്കുക. ആ ഉരുളകളെന്ന് വെച്ചാൽ ഞാൻ പ്രത്യേകിച്ച് ഉരുളയുടെ വലിപ്പം പറയുന്നത്, നമ്മൾ ചിലപ്പോൾ ചപ്പാത്തിനെ അങ്ങോട്ട് പരത്തുമ്പോൾ സൈഡിലോട്ട് പോകാത്ത വിധത്തിൽ ഒരു കറക്റ്റ് വലിപ്പം കിട്ടാൻ പാകത്തിനുള്ള ഉരുളകളാക്കിയാൽ മതി. എല്ലാം ഉരുളകളാക്കി മാറ്റി വെച്ചിട്ട് നമ്മൾ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു 5 അല്ലെങ്കിൽ 6 വാഴയില ഇതേപോലെ വാഴയില എടുത്തിട്ട് വരണം. കീറിയ ഇല മതി, തുമ്പല വേണ്ട. അതെടുത്ത് കൊണ്ടുവന്നിട്ട് 5-6 വാഴയില മതി. എടുത്ത് കൊണ്ടുവന്നിട്ട് വാഴയിലയുടെ അകവും പുറവും അല്പം വെളിച്ചെണ്ണ തേച്ച് വെക്കുക. വെളിച്ചെണ്ണ തേച്ച് ഇതുപോലെ മാറ്റിയിട്ട് നമ്മൾ ഉരുട്ടി വെച്ച് ഒരു ഉരുള ആദ്യത്തെ ഇലയുടെ മധ്യഭാഗത്തായിട്ട് വെക്കുക. നടുക്കായിട്ട് ഇങ്ങനെ വെച്ചിട്ട് മറ്റൊരു ഇല എടുത്ത് അതിൻ്റെ മേല് വെക്കുക. ഇതേപോലെ മേല് വെക്കുക. എന്നിട്ട് നമ്മളൊരു പരന്ന ഒരു പാത്രം ഇതേപോലത്തെ ഒരു ചരുവ് എടുത്തിട്ട് ആ ഇലയുടെ മുകളിൽ വെച്ചിട്ട് ചരുവ് ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ചപ്പാത്തി പരന്ന് നമ്മുടെ കറക്റ്റ് പരുവമായിരിക്കും. അതാണ് ഞാൻ ഉരുളകളുടെ കാര്യം പ്രത്യേകിച്ച് പറഞ്ഞത്. കുറച്ച് വലിയ ഉരുളയായാൽ ഈ ഇലയിലെ കഴിഞ്ഞ് ചപ്പാത്തി പരന്നു പോകും. ഈ വിധം നമുക്ക് പരത്തി ചപ്പാത്തി എടുക്കാം വളരെ ഈസി ആയിട്ട്. പിന്നെ അല്ല എന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ആട്ട എടുത്ത കവർ കീറിയിട്ട് കവറിനകത്ത് വെച്ചിട്ട് ഇതുപോലെ ചരുവം വെച്ച് പ്രസ് ചെയ്താൽ അല്പം എണ്ണ തേക്കണം കവറിൽ. പ്രസ് ചെയ്തെടുത്താലും നമുക്ക് ഈസി ആയിട്ട് ചപ്പാത്തി ഉണ്ടാക്കാം. ഇനി പരത്തുന്ന ജോലി നമുക്ക് കുറയും. പിന്നെ വേറൊരു രീതിയിൽ നമുക്ക് ഒരുമിച്ച് തന്നെ 5 ചപ്പാത്തി, 4 ചപ്പാത്തി, 3 ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാം. ഇങ്ങനെ ലെയറായിട്ട് ഇല വെച്ചിട്ട് മാവ് വെച്ചിട്ട് ഏറ്റവും മുകളിൽ വീണ്ടും ഇല വെച്ച് നമുക്ക് ചരുവം കൊണ്ട് ഒത്തിരി പ്രസ് ചെയ്യാം. അപ്പോൾ ഒത്തിരി കൂടെ ഒന്ന് പ്രസ് ചെയ്യേണ്ടി വരും. അത്ര പാടേ ഉള്ളൂ. നന്നായിട്ട് 4 സൈഡിലോട്ടും കറക്കി. ഈ കവർ എന്തിനാണ് ഇങ്ങനെ വെക്കുന്നതെന്ന് വെച്ചാൽ അടിയിലിരിക്കുന്ന ഇല കീറിപ്പോകാതിരിക്കാനാണ്. ഒരു പാത്രം വെച്ച് ഇങ്ങനെ എടുത്ത് ഒരുമിച്ച് തന്നെ 4-5 ചപ്പാത്തിയൊക്കെ നമുക്കിതുപോലെ പരത്തിയെടുക്കാം വളരെ ഈസി ആയിട്ട്. ഇനി ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഈ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നമ്മൾ സാധാ ചുടുന്നത് പോലെ ചപ്പാത്തി ചുട്ടെടുത്താൽ മതി. ഇത് വൈകിട്ടായാലിരുന്നാലും ഭയങ്കര സോഫ്റ്റാണ്. ലെയറായിട്ട് തന്നെ ചപ്പാത്തി കിട്ടും. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ